ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാവാട അല്ലെങ്കിൽ പാൻസിൻ്റെ നാട എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണാം. നാട നമുക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്ലോത്തിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ചൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ അത് നല്ല വലുതായി പോകും. നമുക്ക് അത്രയും വേണ്ട, 1.5 ഇഞ്ച് തന്നെ മതിയാകും. ഇതിനേക്കാളും ചെറുതായിട്ട് വേണമെന്ന് നമുക്ക് തോന്നുമ്പോൾ അതിനേക്കാളും ചെറുതായിട്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ച് കൊടുത്താലും മതിയാകും. ഇനി അത് നമുക്കങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് എത്ര നീളം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒറ്റ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നുള്ളതില്ല. നിങ്ങൾക്ക് എത്ര പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സീം സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ജോയിൻ ചെയ്താൽ മതിയാവും. നമുക്കിത് എത്ര വേണമെന്നുള്ളത് നമുക്കൊരു സ്കേർട്ട് തന്നെ എടുത്ത് അളന്ന് നോക്കാം. നമുക്കാദ്യം ആ സ്കേർട്ടിൻ്റെ ഇടുപ്പ് ഭാഗത്ത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ എൻഡിൽ നമ്മൾ ആദ്യം അളക്കാൻ തുടങ്ങണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്ലോത്തിനെ നമുക്ക് എൻഡിലൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് എൻഡിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ വേണമെന്നില്ല, ശകലം വിട്ടിട്ട് വേണം നമുക്ക് അത് അളക്കാൻ. എന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ കെട്ടാനായിട്ട് ശകലം ക്ലോത്ത് വേണം. അപ്പോൾ അതങ്ങനെ ശകലം വിട്ടതിന് ശേഷം ഇതെങ്ങനെ ഒന്ന് അളന്ന് എൻഡ് വരയ്ക്കും വരണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്ലോത്തിനെ അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തപ്പോൾ ഇവിടെ ശകലം ക്ലോത്താണ് ബാക്കിയുള്ളത്. നമുക്ക് അത്രയും കൂടെ ഇവിടെ എടുക്കാം. ശകലം അവിടെ നീണ്ടു നിന്നെന്ന് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ അത്രയും കൂടെ ഒന്ന് എടുക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇതാദ്യം നമുക്ക് ഒരു എൻഡിന് ശകലം ഇങ്ങനെ എൻഡിന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ രണ്ട് സൈഡും ഒരു 1/4 ഇഞ്ച് അളവിന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും ഫോൾഡ് ചെയ്തണം. എന്നിട്ട് അതിനെ ചേർത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ എൻഡിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സെയിം കളർ ത്രെഡാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള സ്കേർട്ടിലൊക്കെ ഇതുപോലെ നാടായില്ലെങ്കിൽ നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്ക് ഈ നാട സ്റ്റിച്ച് ചെയ്യുമ്പോൾ വണ്ണം കൂടുതൽ, ഇതിനേക്കാളും കുറച്ചുകൂടി വണ്ണം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഇതുപോലെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിനേക്കാളും ചെറുതായിട്ട് നമ്മൾ പലയിടങ്ങളിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യും. അങ്ങനത്തെ പ്ലേസുകളിൽ നമുക്കിതിനേക്കാളും ശകലം കുറച്ചെടുത്താലും മതി.